ഫുട്ബോൾ കളിയിൽ മഞ്ഞ കാർഡും ചുവപ്പ് കാർഡുമാണ് നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. അച്ചടക്ക ലംഘനങ്ങൾ നടത്തുന്ന കളിക്കാർക്കും ഒഫീഷ്യൽക്കുമെതിരെയാണ് റഫറിമാർ ഈ കാർഡുകൾ സാധാരണയായി ഉപയോഗിക്കുന്നത്. എന്നാൽ ഇപ്പോഴിതാ ഇത് രണ്ടുമല്ലാത്ത പുതിയൊരു കാർഡ് കൂടി അവതരിപ്പിക്കപ്പെടുകയാണ് ഫുട്ബോൾ ലോകത്തിലേക്ക്. ഫുട്ബോളിൽ ഇനി നീല കാർഡിനെയും പേടിക്കേണ്ടിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. സംഭവം ഇതാണ്, ഫുട്ബോൾ ലോകത്തിലേക്ക് ഇപ്പോൾ നീല കാർഡ് കൂടി അങ്ങനെ ചുവപ്പിനും മഞ്ഞയ്ക്കും ഒപ്പം എത്തിയിരിക്കുകയാണ്. കളിക്കാർ കരുതിയിരിക്കണമെന്ന് വേണം പറയാൻ. അങ്ങനെ 5 പതിറ്റാണ്ടിന് ശേഷം വിപ്ലവകരമായ ഒരു മാറ്റത്തിനാണ് ഫുട്ബോൾ കളിക്കളം ഒരുങ്ങിയിരിക്കുന്നത്. ഫുട്ബോൾ കളി നിയമത്തിൽ മഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള കാർഡുകൾക്ക് കളിക്കളത്തിൽ ഉരുളുന്ന പന്തിനെ നിയന്ത്രിക്കാൻ കഴിയും. അച്ചടക്ക നടപടിയുടെ ഭാഗമായിട്ടാണ് കളിക്കാർക്കും ഒഫീഷ്യൽസിനുമെതിരെ റഫറിമാർ ഉപയോഗിക്കുന്ന ഈ മഞ്ഞ ചുവപ്പ് കാർഡുകൾ. എന്നാൽ അതിലേക്കാണ് പുതിയൊരു നീല കാർഡ് കൂടി അതിഥിയായി എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ മഞ്ഞയെയും ചുവപ്പിനെയും പേടിച്ച പോലെ ഇനി നീലയും പേടിക്കണം. കാർഡ് ലഭിച്ചാൽ 10 മിനിറ്റ് താരം മൈതാനത്ത് പുറത്തിരിക്കേണ്ടി വരും. നീല നിറത്തിലുള്ള കാർഡാണ് അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് ഇഫാബ് പരീക്ഷണ അടിസ്ഥാനത്തിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് ദി ടെലഗ്രാഫ് റിപ്പോർട്ടിൽ പറയുന്നത്. മത്സരത്തിൽ അനാവശ്യമായ ഫൗളുകൾ വരുത്തുകയും മാച്ച് ഒഫീഷ്യൽസിനോട് അപമര്യാദയായി പെരുമാറുകയും ചെയ്യുന്ന കളിക്കാർക്കാണ് നീല കാർഡ് ലഭിക്കുക. ഈ കാർഡ് ലഭിച്ചാൽ 10 മിനിറ്റ് കളത്തിൽ നിന്നും മാറി നിൽക്കണം. ഒരു മത്സരത്തിൽ 2 നീല കാർഡുകൾ ലഭിച്ചാൽ കളിക്കാരന് ചുവപ്പിന് തുല്യമായി കണക്കാക്കി പുറത്താക്കുകയും ചെയ്യും. ഒരു നീലയും ഒരു മഞ്ഞ കാർഡും ലഭിച്ചാലോ ചുവപ്പ് കാർഡായി അത് ഉയർത്തുകയും ചെയ്യും. ആദ്യമായി മഞ്ഞയും ചുവപ്പ് കാർഡുകൾ ഫുട്ബോൾ കളിക്കളത്തിൽ എത്തുന്നത് 1970-ലെ ലോകകപ്പിലാണ്. അന്ന് തൊട്ട് ഇന്നോളം കളത്തിലെ അച്ചടക്ക നടപടികൾക്കുള്ള ഏക ആയുധം ഈ 2 മഞ്ഞ ചുവപ്പ് കാർഡുകൾ ആയിരുന്നു. എന്തായാലും ഈ കൂട്ടത്തിലേക്കാണ് നീല കാർഡ് കൂടി ഇപ്പോൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ കളിക്കളത്തിലെ ഫുട്ബോൾ കളി കൊഴുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഞ്ഞയ്ക്കും ചുവപ്പിനും ഇടയിലായിരിക്കും ഇനി നീല കാർഡിന്റെ സ്ഥാനം. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാകും ഈ നീല കാർഡ് ഉപയോഗിക്കുക. വരുന്ന സമ്മർ സീസണിൽ പരീക്ഷണം ആരംഭിക്കാനുള്ള പദ്ധതി ഉണ്ട് എന്നും ഇഫാബ് സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ടോപ്പ് ടയർ മത്സരങ്ങളിൽ ഉടൻ എത്തിയില്ല എങ്കിലും FA കപ്പിൽ കാർഡ് ഉപയോഗിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കഴിഞ്ഞ ലോകകപ്പിലെ അർജന്റീന നെതർലൻഡ്സ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടമാണ് സമീപകാലത്ത് കാർഡുകളുടെ പേരിൽ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു മത്സരം എന്ന് പറയാം. കളി ആരംഭിച്ച് 31-ാം മിനിറ്റ് മുതൽ പെനാൽറ്റി ഷൂട്ടൌട്ട് തീരുന്നതുവരെ ആകെ 18 മഞ്ഞ കാർഡുകളാണ് മത്സരത്തിലുടനീളം റഫറി ആൻഡ്രോണിയോ ലാഹോസ് പുറത്തെടുത്തത്. 2 അർജന്റൈൻ ഒഫീഷ്യലും 8 അർജന്റീനിയൻ താരങ്ങളും 7 നെതർലൻഡ് താരങ്ങളും കാർഡ് കണ്ടു. 2 മഞ്ഞ കാർഡ് കണ്ട ഡച്ച് താരം ഡെൻസൺ ഡുംഫ്രീസിന് കളം വിടേണ്ടി വന്നു. 120 മിനിറ്റ് കളിയിൽ 48 ഫൗൾ വിസിലുകളാണ് ആന്റോണിയോ ആകെ മുഴക്കിയത്. അർജന്റീനൻ നിരയിൽ കോച്ച് ലയണൽ സ്കലോനിയും സൂപ്പർ താരം ലയണൽ മെസ്സിയും അടക്കം ലാഹോസിന്റെ കാർഡ് നിരയായി. അങ്ങനെ ലോകകപ്പിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികം മഞ്ഞ കാർഡ് കണ്ട മത്സരം എന്ന റെക്കോർഡാണ് അന്ന് അർജന്റീന നെതർലാൻഡ്സ് മത്സരത്തിന്റെ പേരിൽ എഴുതി ചേർക്കപ്പെട്ടത്. മത്സരത്തിന് ശേഷം ലയണൽ മെസ്സി അടക്കം അർജന്റൈൻ താരങ്ങൾ ഒന്നടക്കം ലാഹോസിനെതിരെ പരസ്യ വിമർശനം ഉയർത്തി രംഗത്ത് വരികയും ചെയ്തിരുന്നു. അയാൾ ഒരു കഴിവുകെട്ടവനാണ് എന്നാണ് അർജന്റൈൻ ഗോൾ കീപ്പർ എമി മാർട്ടിനസ് പറഞ്ഞത്. റഫറി നെതർലൻഡ്സിന് അനുകൂലമായാണ് എല്ലാം ചെയ്തതെന്നും എമി ആരോപിക്കുകയും ചെയ്തു. ഒരു കാരണമില്ലാതെയാണ് 10 മിനിറ്റ് അധിക സമയം അനുവദിച്ചതെന്നും നെതർലൻഡ്സ് സ്കോർ ചെയ്യണമെന്ന് ലാഹോസിന് അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ് എമി പറഞ്ഞത്. 2006 ലോകകപ്പിൽ അരങ്ങേറിയ പോർച്ചുഗൽ നെതർലാൻഡ് മത്സരമാണ് ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും അധികം ചുവപ്പ് കാർഡുകൾ ഉയർന്ന മത്സരം എന്ന് പറയാം. ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്ന പേരിൽ അറിയപ്പെട്ട ഈ മത്സരത്തിൽ 4 റെഡ് കാർഡുകളും 16 മഞ്ഞ കാർഡുകളുമാണ് ഉയർന്നത്. മത്സരത്തിൽ പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ അടക്കം പരിക്കേറ്റിരുന്നു. കളിയിൽ പോർച്ചുഗൽ എതിരില്ലാതെ 1 ഗോളിനാണ് അന്ന് ജയിച്ചത്. എന്തായാലും ഈ കാർഡുകളുടെയൊക്കെ കൂട്ടത്തിലേക്ക് നീല കാർഡുകൾ കൂടി എത്തുന്നതോടെ കളിക്കളം പോരിന് അറുതിയില്ല എന്നും കളിക്കാർക്ക് 8ന്റെ പണി തന്നെയാണ് കിട്ടാൻ പോകുന്നതെന്നും ചുരുക്കം പറയാൻ സാധിക്കും. എന്തായാലും നീല കാർഡ് എത്തുന്നതോടെ തന്നെ കളിക്കളത്തിലെ ആ ഒരു നിർണായക നിമിഷങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം.